فأما من ثقلت موازينه അപ്പോൾ യാതൊരുവന്റെ തുലാസുകൾ അഥവാ തൂക്കം ഖനം തൂങ്ങിയോ അവൻ فهو في عيشة راضية അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. وأما من خفت موازينه എന്നാൽ യാതൊരുവന്റെ തുലാസുകൾ അഥവാ തൂക്കം ലഘുവായോ അവനാകട്ടെ فأمه هاوية അവന്റെ സങ്കേതം ഹാവിയ അഥവാ അഗാധ നരകം ആകുന്നു. وما أدراك ما هي അത് അഥവാ ഹാവിയ എന്താണെന്നു നിനക്ക് എന്തറിയാം? نار حامية ചൂടേറിയ അഗ്നിയത്രേ. ഉമ്മ എന്ന വാക്കിന് മാതാവ്, ഉമ്മ, തള്ള, മൂലം, പ്രധാന ഭാഗം, മർമ്മം, കേന്ദ്രസ്ഥാനം, സങ്കേതം എന്നിങ്ങനെ സന്ദർഭോചിതം പല അർത്ഥങ്ങളും വരുന്നതാണ്. ഒരു ശിശുവിന് അഭയകേന്ദ്രമായുള്ളത് അതിന്റെ മാതാവാണല്ലോ. എന്നാൽ കുറ്റവാളികൾക്ക് അഭയകേന്ദ്രമായി വല്ലതും ഉണ്ടോ? ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ അത് നരകം മാത്രമാകുന്നുവെന്നാണ് 9-ാം വചനത്തിൽ സൂചന. ഹാവിയ എന്നാൽ വീഴുന്നത്, ആണ്ടുപോകുന്നത് എന്നൊക്കെ വാക്കർത്ഥം. നരകമാണ് വിവക്ഷ. അത്യഗാധമായ ഒരു തീക്കുണ്ടാരമായതുകൊണ്ട് അതിന് ആ പേർ പറയപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം ഖിയാമത്ത് നാളിൽ തൂക്കിക്കണക്കാക്കപ്പെടുന്നതാണെന്ന് ഖുർആൻ പല സ്ഥലത്തും പ്രസ്താവിച്ചിട്ടുള്ളതാണ്. എന്നാൽ എങ്ങനെയാണ് കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുക? ആ തുലാസ് ഏതു തരത്തിലുള്ളതായിരിക്കും? ഇതൊന്നും തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. യാതൊരു ദുർവ്യാഖ്യാനവും നൽകാതെയും ഭൗതിക തുലാസുകളോട് താരതമ്യപ്പെടുത്താതെയും നാം അത് വിശ്വസിക്കുന്നു. അതെ, വിശ്വസിക്കണം. പക്ഷേ ഒരു കാര്യം നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ ബാഹ്യദൃഷ്ടി കൊണ്ട് കാണുവാൻ കഴിയാത്ത പല വസ്തുക്കളുടെയും അളവും തൂക്കവും കണക്കാക്കുന്നതിന് അല്പജ്ഞാനിയായ മനുഷ്യൻ വിവിധ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നു. അപ്പോൾ ഈ ലോക പ്രകൃതിക്കതീതമായ പരലോകത്ത് വെച്ച് മനുഷ്യകർമ്മങ്ങളടക്കമുള്ള ഏതു കാര്യവും തൂക്കിക്കണക്കാക്കുവാനുള്ള ഒരു മാർഗം എല്ലാറ്റിന്റെയും സൃഷ്ടാവായ അള്ളാഹുവിങ്കിൽ ഉണ്ടായിരിക്കുമെന്ന് കാണുവാൻ പ്രയാസമുണ്ടോ? ഇല്ല തന്നെ. സൂറത്ത് അഅറാഫിൽ അള്ളാഹു പറയുന്നു, വൽവസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യളിമൂൻ. സൂറത്തുൽ അഅറാഫ് 8-9. സാരം: അന്നത്തെ ദിവസം തൂക്കിനോക്കൽ യഥാർത്ഥമായുള്ളതാണ്. അപ്പോൾ യാതൊരുവരുടെ തുലാസുകൾ അഥവാ തൂക്കം ഖനം തൂങ്ങിയോ അവരത്രേ ഭാഗ്യവാന്മാർ. യാതൊരുവരുടെ തൂക്കം ലഘുവായോ അവരത്രേ സ്വയം നഷ്ടപ്പെടുത്തിയവർ. ആ ബാഹ്യ നഷ്ടങ്ങളുടെ ഒരു വിശദീകരണമാണ് ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അതെ, സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചവർ ഭാഗ്യവാന്മാരും സ്വർഗാവകാശികളും, അതിന് പിന്തൂക്കം വന്നുപോയവർ നഷ്ടക്കാരും നരകാവകാശികളും. അള്ളാഹു നമ്മെ സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.